അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സിഹ്റിനെ കുറിച്ചാണ്. സിഹ്ർ ചെയ്യുന്നവർ ഈമാൻ കിട്ടാതെ ചത്തുപോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് എനിക്ക് ഉണർത്താനുള്ളത്, എൻ്റെ പ്രിയ സഹോദരന്മാർ ഒരിക്കലും ജീവിതത്തിൽ ആർക്ക് വേണ്ടിയിട്ടും സിഹ്ർ ചെയ്തു പോകരുത്. അങ്ങനെ സിഹ്ർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോവുകയാണ്. സിഹ്ർ ബാധിച്ചവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആലയുണ്ട്. എന്നാൽ സിഹ്ർ ചെയ്തവർക്ക് ആരുണ്ട്? ആരുമില്ല. അവനിക്ക് ശൈത്താൻ മാത്രമേ കൂട്ടുണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് സിഹ്ർ ചെയ്ത സമയത്ത് കുറച്ചൊക്കെ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിലും പിന്നീട് അവരുടെ ജീവിതം മരണം വരെ അവർക്ക് പ്രയാസമായിരിക്കും ഉണ്ടാവുക. മാത്രമല്ല, മരിച്ചുപോയി കബറിൽ അവർക്ക് സുഖമുണ്ടാകുമോ? ഇല്ല. ആഖിറത്തിൽ അവർക്ക് സുഖമുണ്ടാകുമോ? ഇല്ല. അവർക്ക് പിന്നീട് നരകമായിരിക്കും അല്ലാഹു സുബ്ഹാനഹു തആല നൽകുക. അതുകൊണ്ട് നിങ്ങൾക്ക് ആരോടെങ്കിലും അസൂയ ഉണ്ടെങ്കിൽ, ദേഷ്യമുണ്ടെങ്കിൽ, വൈരാഗ്യമുണ്ടെങ്കിൽ, പകയുണ്ടെങ്കിൽ അത് തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും സിഹ്ർ ചെയ്യരുത് കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും അത്തരത്തിലുള്ള വൻ പാപത്തിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സിഹ്ർ ചെയ്യുക എന്നുള്ളത് 7 വൻ പാപങ്ങളിൽ രണ്ടാമതായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിയ മഹാപാപമാണ്. ഒരിക്കലും സിഹ്ർ ചെയ്യാൻ പാടില്ല. സിഹ്ർ ചെയ്യുന്നത് പിശാചുമായി അവർ കരാറ് ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉറപ്പിക്കാം, അവൻ്റെ ജീവിതം നാശത്തിലേക്ക് പോവുകയാണ് എന്നുള്ളത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവരെ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടില്ല. അവർക്കുള്ള ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദുനിയാവിൽ നിന്ന് തന്നെ നൽകുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ആരെയെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ, വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കാരണം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരാൻ കാരണമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അതിനുള്ള ശിക്ഷ അവർ എത്രത്തോളം ആ സമയത്ത് പ്രയാസപ്പെട്ടോ, വേദന അനുഭവപ്പെട്ടോ, അതിൻ്റെ എത്രയോ ഇരട്ടി പ്രയാസവും വേദനയും അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഭൂമി ലോകത്ത് നിന്ന് പ്രയാസപ്പെടുത്തിയവർക്ക് കൊടുക്കും. അതുകൊണ്ട് ആരും ആരെയും വേദനിപ്പിക്കരുത്, പ്രയാസപ്പെടുത്തരുത്. ആ സമയത്ത് കുറച്ച് സന്തോഷമൊക്കെ ഉണ്ടാകും നമുക്ക്. മറ്റുള്ളവർ പ്രയാസപ്പെടുമ്പോൾ അത് കണ്ടിട്ട് ചിരിക്കും. മറ്റുള്ളവർ പ്രയാസപ്പെടുന്നത് കണ്ട് കൂട്ടുകാരോടൊത്ത് സന്തോഷം കൊള്ളും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് അധികം വൈകാതെ അതിനുള്ള വലിയൊരു ശിക്ഷ, വലിയൊരു വേദന നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഉടനെ നൽകുമെന്നുള്ളത്. ആരെയും അല്ലാഹു സുബ്ഹാനഹു തആല വെറുതെ വിടില്ല. അതുകൊണ്ട് മുകളിൽ റബ്ബുണ്ട് എന്നുള്ള ഒരു ഓർമ്മയോടുകൂടി ജീവിക്കുക. ആരെയും പ്രയാസപ്പെടുത്താതിരിക്കുക. ആർക്ക് വേണ്ടിയിട്ടും ആരും സിഹ്ർ ചെയ്യാതിരിക്കുക. എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുക, സഹായിക്കാൻ പഠിക്കുക, മുഅ്മിനായി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. സിഹ്ർ ചെയ്തവർ ഈ ലോകത്ത് നിന്നും ഈമാൻ കിട്ടാതെ ചത്തുപോകും എന്ന് നമുക്കറിയാം. അപ്പോൾ പലർക്കും ഒരു സംശയമുണ്ടാകും, സിഹ്ർ ചെയ്തവർക്ക് തൗബയില്ലേ? തൗബ ചെയ്യുന്നത് അല്ലാഹു സ്വീകരിക്കുകയില്ലേ എന്ന്. ഉറപ്പാണ്, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ തൗബയൊക്കെ സ്വീകരിക്കും. എന്നാൽ നമ്മുടെ തൗബ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കണമെങ്കിൽ അതിന് മുമ്പായിട്ട് പലർക്കും ചെയ്യാൻ കഴിയാത്ത, പലർക്കും ചെയ്യാൻ സാധിക്കാത്ത, മറ്റുള്ളവരുടെ മുമ്പിൽ കുറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. അതായത് ആർക്ക് വേണ്ടിയിട്ടാണോ സിഹ്ർ ചെയ്തത് അവരുടെ അടുത്ത് ചെന്ന് അവരോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് അവരോട് പൊരുത്തം വാങ്ങണം. പൊരുത്തപ്പെട്ട് തരാൻ വേണ്ടിയിട്ട് അവരോട് പറയണം. അവർ പൊരുത്തപ്പെട്ട് തന്നാൽ മാത്രമേ നമ്മുടെ തൗബ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുകയുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു തരും. എന്നാൽ നമ്മൾ മറ്റുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ, അവരെ നമ്മൾ ആക്രമിച്ചാൽ, പ്രയാസപ്പെടുത്തിയാൽ, ബുദ്ധിമുട്ടാക്കിയാൽ,
നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവരോട് പുറത്തു തരാനാണ്. അവർ പൊരുത്തപ്പെട്ട് തന്നാൽ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അത് പൊരുത്തപ്പെട്ട് തരികയുള്ളൂ. എന്നാൽ മാത്രമേ നമ്മൾ സിഹ്ർ ചെയ്തതിന് അള്ളാഹുവിനോട് തൗബ ചെയ്തിട്ട് കാര്യമുള്ളൂ, അള്ളാഹു അത് സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് മരിക്കുന്നതിന് മുമ്പായിട്ടൊക്കെ പല ആളുകളും പലരുടെയും അടുത്ത് ചെന്ന് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് പറയുന്നത്. കാരണം മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ പുറത്തു തരും. എന്നാൽ നമ്മൾ ഏതെങ്കിലും വ്യക്തികളോട്, ഏതെങ്കിലും മനുഷ്യരോട് ചെയ്തു പോയ തെറ്റുകൾ അത് അവർ തന്നെ നമുക്ക് പുറത്തു തരണം. അതൊരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരില്ല. അതുകൊണ്ട് ഏതൊരു മനുഷ്യരും ഈ ഒരു കാര്യം പ്രത്യേകം നിർബന്ധമായിട്ടും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ജനങ്ങളെ, മറ്റുള്ളവരെ ഒരിക്കലും നമ്മൾ പ്രയാസപ്പെടുത്തരുത്, ബുദ്ധിമുട്ടിക്കരുത്. അവർക്ക് നമ്മോട് പൊരുത്തമില്ലായ്മ ഒരിക്കലും മരണം വരെ ഉണ്ടാകരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്, സിഹ്ർ ചെയ്യുന്ന ആളുകൾക്ക് തൗബ ചെയ്യാനോ ആർക്ക് വേണ്ടിയിട്ടാണോ സിഹ്ർ ചെയ്തത് അവരോട് പൊരുത്തപ്പെടിക്കാനോ സാധിക്കുകയില്ല എന്നാണ്. അതായത് അവർ പിന്നീട് ശൈത്താൻ്റെ വലയിലായിരിക്കും, ശൈത്താൻ്റെ നിയന്ത്രണത്തിലായിരിക്കും അവരുടെ ജീവിതം പിന്നീട് മുന്നോട്ട് പോവുക. അതുകൊണ്ട് തന്നെ അവർക്ക് അള്ളാഹുവിനോട് തൗബ ചെയ്യാനോ പൊരുത്തപ്പെടിക്കാനോ ഒന്നും തന്നെ അവർക്ക് മനസ്സ് വരില്ല. അതുകൊണ്ടാണ് സിഹ്ർ ചെയ്യുന്ന ആളുകൾ ഈമാൻ കിട്ടാതെ ചത്തുപോകുമെന്ന് ഞാൻ പറയാൻ കാരണം. അതിന് ഉദാഹരണമായിട്ട് ഇബ്ലീസിൻ്റെ ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക തന്നെ ചെയ്യും. ഒരിക്കൽ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുമായി സംസാരിക്കാൻ പോകുന്ന വഴിയിൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി കാത്തു നിന്നു. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം അതുവഴി വന്നപ്പോൾ ഇബ്ലീസ് അടുത്തേക്ക് വന്നു. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, നിങ്ങൾ ആരാകുന്നു? എന്തിനാകുന്നു ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ ഇബ്ലീസ് പറഞ്ഞു, ഞാൻ ഇബ്ലീസ് ആകുന്നു, ഞാൻ ഇവിടെ കാത്തു നിൽക്കുന്നത് നിങ്ങളെയാണ്. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ കാത്തു നിൽക്കുന്നത്? അപ്പോൾ ഇബ്ലീസ് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുമായിട്ട് സംസാരിക്കാൻ പോവുകയല്ലേ, അതുകൊണ്ട് എൻ്റെ കാര്യവും കൂടി നിങ്ങൾ അള്ളാഹുവിനോട് വന്ന് പറയണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇബ്ലീസ് പറഞ്ഞു, എനിക്ക് ഞാൻ ചെയ്തു പോയ തെറ്റുകളിലെല്ലാം പശ്ചാത്താപമുണ്ട്, ഖേദമുണ്ട്. അതുകൊണ്ട് എനിക്ക് പുറത്തു തരാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോടൊന്ന് നിങ്ങൾ പറയണം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിന് വലിയ സന്തോഷമായി. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇബ്ലീസേ, അത് ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നും യാത്രയായി. അങ്ങനെ അള്ളാഹുവുമായിട്ട് സംസാരിക്കാനുള്ള സ്ഥലത്തെത്തി. അവിടെ നിന്ന് മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവുമായിട്ട് സംസാരിച്ചു. പല കാര്യങ്ങളും അള്ളാഹുമായിട്ട് മൂസാ നബി അലൈഹി സ്വലാം സംസാരിച്ചു. എന്നാൽ ഇബ്ലീസ് ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഇത് മാത്രം മൂസാ നബി അലൈഹി സ്വലാം മറന്നുപോയി. എന്നാൽ സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് മറക്കുമോ? ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചു, അല്ലയോ മൂസ, നിനക്ക് മറ്റെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇല്ല, എനിക്ക് മറ്റൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, നീ വരുന്ന വഴിയിൽ ആരെയെങ്കിലും കണ്ടിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് മൂസാ നബി അലൈഹി സ്വലാമിന് ഓർമ്മ വന്നത്, സുബ്ഹാനല്ലാഹ്, ഇബ്ലീസ് എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. അവൻ ചെയ്തു പോയ തെറ്റിലെല്ലാം അവനിക്ക് ഖേദമുണ്ട്, അവനിക്ക് പശ്ചാത്താപിച്ച് മടങ്ങണമെന്നുമുണ്ട്. അവൻ ചെയ്തു പോയതെല്ലാം പുറത്തു തരണമെന്ന് അള്ളാഹുവെ നിന്നോട് പറയണമെന്ന് അവൻ എന്നെ ഓർമ്മപ്പെടുത്തിയിരുന്നു. ഞാൻ അത് മറന്നുപോയി. അള്ളാഹു സുബ്ഹാനഹു തആല ഇബ്ലീസിന് അതെല്ലാം പുറത്തു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, അതിനെന്താ, ഇബ്ലീസിനെല്ലാം പുറത്തു കൊടുക്കാം. എന്നാൽ ഇബ്ലീസ് ഒരു കാര്യം ചെയ്യണം, എന്നാൽ മാത്രമേ അവനിക്ക് ഞാൻ പുറത്തു കൊടുക്കുകയുള്ളൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു. ആ കാര്യം എന്താണെന്നറിയണ്ടേ?
അതായത് അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, ഇന്ന സ്ഥലത്ത് ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്ബറയുണ്ട്, അവിടെ ചെന്ന് ഇബ്ലീസ് സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാൽ അവനിക്ക് ഞാൻ എല്ലാം പുറത്തു കൊടുക്കാമെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു. അത് കേട്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിന് വലിയ സന്തോഷമായി. മൂസാ നബി അലൈഹി ഇസ്ലാം അവിടെ നിന്നും തിരിച്ചു യാത്രയായി. തിരിച്ചു പോരുന്ന വഴിയിൽ ആദ്യം നിന്ന അതേ സ്ഥലത്ത് ഇബ്ലീസ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മൂസാ നബിയെ കണ്ടപ്പോൾ ഇബ്ലീസ് ചോദിച്ചു, അള്ളാഹുവിനെ കണ്ടോ എന്ന്. അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, അതെ, അള്ളാഹുവിനെ കണ്ടു. എൻ്റെ കാര്യം സംസാരിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, അതെ, നിൻ്റെ കാര്യം സംസാരിച്ചു. അപ്പോൾ ഇബ്ലീസ് ചോദിക്കുകയാണ്, എന്താണ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് എന്ന്. അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, നിനക്ക് തൗബയുണ്ട്, നിൻ്റെ തൗബ അള്ളാഹു സ്വീകരിക്കും, നിൻ്റെ എല്ലാം അള്ളാഹു പുറത്തു തരും എന്ന് പറഞ്ഞു. പക്ഷേ ഒരു കാര്യം നീ ചെയ്യണം എന്ന് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്, ഇബ്ലീസെ, ഇന്ന സ്ഥലത്ത് ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്ബറയുണ്ട്, ആ മക്ബറയിൽ ചെന്ന് നീ സുജൂദ് ചെയ്യണമെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം ചെയ്താൽ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു തആല നിനക്ക് പുറത്തു തരികയുള്ളൂ, നിനക്ക് തൗബയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞു. അപ്പോൾ ഇബ്ലീസ് പൊട്ടിച്ചിരിച്ചു, കളിയാക്കിക്കൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആദം നബി അലൈഹി സ്വലാം ചുറുചുറുക്കോടുകൂടി നല്ല ആരോഗ്യത്തോടു കൂടി ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ അവർക്ക് സുജൂദ് ചെയ്തിട്ടില്ല. പിന്നെയല്ലേ ഇപ്പോൾ അവൻ മരണപ്പെട്ട് ഖബറിൽ കിടക്കുന്ന സമയത്ത് ഞാൻ അവനക്ക് സുജൂദ് ചെയ്യുക? അത് ഒരിക്കലും നടക്കില്ല എന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇബ്ലീസ് പറഞ്ഞു. ഇതുപോലെയാണ് പ്രിയപ്പെട്ടവരെ സിഹ്ർ ചെയ്യുന്നവരുടെ അവസ്ഥ. അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ താഴാൻ പറ്റത്തില്ല. അവരോട് പൊറുക്കലിനെ ചോദിക്കാൻ, പുറത്തു തരാൻ വേണ്ടി പറയാൻ സാധിക്കില്ല. അവർ ചെയ്തു പോയ തെറ്റ് അവരോട് വളരെ താഴ്മയോടുകൂടി പറഞ്ഞ് നിങ്ങൾ പുറത്തു തരണമെന്ന് മറ്റുള്ളവരോട് പറയാൻ സാധിക്കില്ല. കാരണം അവരെ ശൈത്താൻ പിഴപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ തൗബ സ്വീകരിക്കുകയുമില്ല. മാത്രമല്ല, അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് ദുനിയാവും ആഖിറവും അതുകൊണ്ട് നഷ്ടപ്പെടുകയാണ്. സിഹ്ർ ബാധിച്ചവർക്ക് ഒരു നഷ്ടവുമില്ല. കാരണം ആ സമയത്ത് കുറച്ചൊക്കെ പ്രയാസമുണ്ടെങ്കിലും എന്നാലും ആ സമയത്തും അള്ളാഹു സുബ്ഹാനഹു തആല പ്രതിഫലങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. സിഹ്ർ ബാധിച്ചവർ ആദ്യം ചെയ്യേണ്ടത് അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. കൃത്യമായി നിസ്കരിക്കുക, മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്യുക, പരിശുദ്ധ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ ജീവിക്കുക. ഇതൊന്നും ഒരിക്കലും ശൈത്താന് സഹിക്കാൻ പറ്റത്തില്ല. അവൻ പരമാവധി അത് മുടക്കാൻ ശ്രമിക്കും. എന്നിട്ടും നമ്മൾ തുടർന്നാൽ അവൻ നമ്മെ വിട്ടുപോകാൻ നിർബന്ധിതനാകും, നമ്മെ വിട്ടുപോവുകയും ചെയ്യും. എന്നിട്ട് നിങ്ങൾ സിഹ്ർ ബാധിച്ച ആളുകൾ ചെയ്യേണ്ടത് നല്ല തങ്ങന്മാരുടെ അടുത്തോ ആലിമീങ്ങളുടെ അടുത്തോ ഉസ്താദുമാരുടെ അടുത്തോ നല്ല നല്ല സ്വാലിഹീങ്ങളുടെ അടുത്തൊക്കെ പോയി ആ സിഹ്ർ ബാത്തിലാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് വളരെ എളുപ്പത്തിൽ സിഹ്റിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇത്തരത്തിൽ തങ്ങന്മാരുടെ അടുത്ത് മറ്റ് ഉസ്താദുമാരുടെ അടുത്തൊന്നും പോകാൻ പറ്റാത്ത ആളുകൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് സിഹ്ർ ബാത്തിലാക്കാം. ഒരു പണവും അതിനു വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ട. കുറച്ച് സമയം ഇതിനു വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് എത്ര പഴകിയ സിഹ്റും എത്ര വലിയ സിഹ്റും എളുപ്പത്തിൽ അത് ബാത്തിലാകും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് 169 തവണ ദിവസവും സൂറത്തുൽ ഫീൽ, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് നിങ്ങൾ 169 തവണ നിത്യവും നിങ്ങൾ ഓതുക. ഇങ്ങനെ നിങ്ങൾ ഒരു ആഴ്ച ഓതുമ്പോഴേക്കും ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ സിഹ്ർ ബാത്തിലാകും. എല്ലാ പിശാചുക്കളും ഒഴിഞ്ഞു പോകും. പിശാചിന് നിങ്ങളുടെ ശരീരത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഇളകിപ്പോകും. ഈ സൂറത്ത് നിങ്ങൾ ഓതുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ഫലമുള്ള ഒരു സൂറത്താണ് ഇത്.
ഏത് സിഹ്റും ബാത്തിലാക്കാനുള്ളൊരു കഴിവ് ഈ സൂറത്തിനുണ്ട്. മാത്രമല്ല കണ്ണേറ്, നാക്കേറ് ഇതൊക്കെ മാറിക്കിട്ടാൻ ഈ സൂറത്ത് ഓതിയാൽ മതി. പിശാചുമായി ബന്ധമുള്ള എന്ത് കാര്യങ്ങളും അതിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ സിഹ്ർ ബാധിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ദിവസവും ഈ സൂറത്ത് ഒരു 169 പ്രാവശ്യം പതിവായി ഓതുക. എന്നാൽ നിങ്ങളുടെ സിഹ്ർ ബാത്തിലാകും. മാത്രമല്ല ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് വലിയ പ്രതിഫലമാണ് ദുനിയാവിൽ നിന്നും ആഖിറത്തിൽ നിന്നും നൽകുന്നത്. ഖുർആൻ ഓതുന്നത് കൊണ്ട് നമുക്ക് ധാരാളം കൂലി ലഭിക്കുന്നുണ്ടല്ലോ. ആ കൂലി സിഹ്ർ ബാത്തിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സൂറത്ത് ഓതുന്നുണ്ടല്ലോ, അതുകൊണ്ട് ആ കൂലിയും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകും. മാത്രമല്ല നിങ്ങൾ ശത്രുക്കളെ ഭയക്കുന്നുണ്ടെങ്കിൽ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും അവരുടെ പ്രയാസപ്പെടുത്തലിൽ നിന്നും ഈ സൂറത്ത് നിങ്ങൾ ഓതിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് കാവൽ നൽകും. അവർക്ക് നിങ്ങളോടുള്ള ശത്രുത മാറിക്കിട്ടും. അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആപത്ത് മുസീബത്തുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഈ സൂറത്ത് നമ്മൾ ഓതുന്നത് കൊണ്ട് നമ്മെ കാത്തുരക്ഷിക്കും. ഒട്ടനവധി ഗുണങ്ങളാണ് ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. അത് നാവ് കൊണ്ട് നമുക്ക് പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല. അത്രക്കും വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് ഇത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാവരും സിഹ്ർ ബാധിച്ചവരും അല്ലാത്തവരുമൊക്കെ ജീവിതത്തിൽ ഈ സൂറത്ത് നിത്യവും ഒരു പ്രാവശ്യമെങ്കിലും ഓതുക. എന്നാൽ നിങ്ങൾക്ക് സിഹ്റിൽ നിന്നും, നാക്കേറിൽ നിന്നും, കണ്ണേറിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ കാത്തുരക്ഷിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവിധ സിഹ്റിൽ നിന്നും, നാക്കേറിൽ നിന്നും, കണ്ണേറിൽ നിന്നും, എല്ലാ അപകടങ്ങളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ സൂറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.